ആകെ തന്നെ രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ്. KR സാജു കൂടി ചേരുകയാണ്. സാജു, രാജിയിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമോ? ഇനി അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം ഇന്നലെ മുതൽ നേതാക്കളുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ സുമോദ് സൂചിപ്പിച്ചതുപോലെയുള്ള ആ ശബ്ദ സന്ദേശം പുറത്തുവന്ന ശേഷം, ശബ്ദരേഖ പുറത്തുവന്ന ശേഷമാണ് ഒരു മാറി ചിന്തിക്കലിലേക്ക് സണ്ണി ജോസഫ് എത്തിച്ചേർന്നത്. അദ്ദേഹം ഇന്നലെ രാത്രി മുതൽ വിവിധ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളുമായി അദ്ദേഹത്തിന്റെ ആശയവിനിമയത്തിന് ശേഷമാണ് ഇപ്പോൾ തന്റെ നിലപാട് ഹൈക്കമാൻഡിനെ സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും രാജിയിൽ ഇനി ഉടൻ തീരുമാനം എടുക്കും. ഹൈക്കമാൻഡിന്റെ തീരുമാനം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഒരുപക്ഷെ ഹൈക്കമാൻഡ് സംസ്ഥാനത്ത് തന്നെ കൂടിയാലോചനകൾ നടത്തി അന്തിമമായ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇത് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ സംസ്ഥാനമാണ്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും KC വേണുഗോപാലിലേക്ക് വന്നു ചേരാറുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും അത് കേരളത്തിലെ നേതാക്കൾ കൂട്ടായി തീരുമാനമെടുത്ത് ഹൈക്കമാൻഡിനെ അറിയിച്ചാൽ മതി എന്നൊരു സമീപനം സ്വീകരിക്കാറുണ്ട്. അതിലേക്ക് ഇത്തവണയും പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ബാക്കിയില്ലല്ലോ. സതീശനായാലും ചെന്നിത്തലയായാലും KC ആയാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സണ്ണി ജോസഫ് ആയാലും രാജി തന്നെ മതി എന്നൊരു തീരുമാനമല്ലേ എടുത്തിട്ടുള്ളത്? തീർച്ചയായും ഇപ്പോൾ തന്നെ മുതിർന്ന നേതാക്കളുമായുള്ള ഒരു ആശയവിനിമയത്തിന് ശേഷമാണ് സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാണ്. കാരണം ഞാൻ രാവിലെ സംസാരിച്ച പല നേതാക്കളോടും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സംസാരിച്ചിരുന്നു എന്നവർ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഒരു കാര്യം ഉറപ്പാണ്, ഇതിപ്പോ ഒരു ആശയവിനിമയത്തിന്റെ ഇനി ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനവും കേരളത്തിലെ നേതാക്കളുമായി അവർ നടത്തുന്ന ഒരു ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെ നടപ്പാക്കണം എന്ന കാര്യത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യമായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് താൻ രാജിവെക്കില്ല എന്ന് ഇന്നലെ എടുത്ത നിലപാടിൽ നിൽക്കാൻ കഴിയില്ല. ടുത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. പാർട്ടിയുടെ പ്രതിച്ഛായയെ കോട്ടം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ കോൺഗ്രസ് തയ്യാറല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ അഭിപ്രായത്തിനൊപ്പം നിലകൊള്ളാനാണ് ഹൈക്കമാൻഡും തീരുമാനിക്കുക എന്ന കാര്യം ഉറപ്പാണ്. കേസുണ്ടോ, കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ സാങ്കേതികത്വത്തിന്റെ വഴികളിലൂടെ ഒന്നും സഞ്ചരിക്കാൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അവർക്കും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യതകൾ മാത്രമാണ്, അതും വിദൂരമായ സാധ്യതകളാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ പലരും വിലയിരുത്തുന്നത്. കാരണം ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാറില്ല എന്നത് നേരത്തെയും മുമ്പും ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകാം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയല്ലാതെ വഴിയില്ല. അതെപ്പോഴെന്ന കാര്യത്തിലും അതെങ്ങനെ നടപ്പിലാക്കപ്പെടും എന്ന കാര്യത്തിലുമുള്ള തീരുമാനം ഉടനുണ്ടാകും. അത് ഹൈക്കമാൻഡിലാണ് ഇനി തീരുമാനം ഉണ്ടാവേണ്ടത്. കാരണം കേരളത്തിന്റെ KPCCയുടെ അധ്യക്ഷനും കേരളത്തിന്റെ പാർലമെന്ററി പാർട്ടിയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയും KPCCക്ക് ലഭിക്കുന്നത് എങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ രാജ്യ തീരുമാനം വരുമോ? അങ്ങനെ നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ കാത്തിരിക്കൂ എന്നൊരു സന്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും 3 പ്രധാനപ്പെട്ട നേതാക്കൾ തങ്ങളുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു. ഒന്ന് KPCC അധ്യക്ഷൻ ആണ്, അത് ഹൈക്കമാൻഡിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയും. ഇങ്ങനെയുള്ള 3 നേതാക്കൾ ഒരേ അഭിപ്രായം ഹൈക്കമാൻഡിലേക്ക് അറിയിക്കുമ്പോൾ മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാവാനുള്ള സാധ്യതകളും ഇല്ല. ഹൈക്കമാൻഡും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിടാനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രാജി സന്നദ്ധത ഇല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെച്ചു പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഏതാണ്ട് ആ വഴിയിലേക്ക് സഞ്ചരിക്കുകയാണ്. രാജിയല്ലാതെ സാജു, ഷാഫി പറമ്പിൽ MPയുടെ ഒരു നിലപാട് എന്തായിരിക്കും? മുതിർന്ന നേതാക്കൾക്കൊപ്പം എന്നതിലേക്ക് തന്നെ എത്തിച്ചേർന്നോ? ഷാഫി പറമ്പിൽ എംപിയുടെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഷാഫി പറമ്പിൽ ഇന്നലെയും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിടാതെ സംസാരിച്ച നേതാവാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സമാനമായ നിലപാട് നേരത്തെയും നേതാക്കൾക്കുണ്ടായിരുന്നു. PC വിഷ്ണുനാഥ് 2 ദിവസം മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ കേസുള്ളവരൊന്നും രാജിവെച്ചിട്ടില്ലല്ലോ എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അദ്ദേഹവും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് എന്ന് നമ്മൾ ഓർക്കണം. സണ്ണി ജോസഫിനും സമാനമായ നിലപാടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ശബ്ദരേഖ കൂടി പുറത്തു വന്നതോടെ സണ്ണി ജോസഫ് അടക്കമുള്ളവർ നിലപാട് മാറ്റിയിരിക്കുന്നു. അവർ VD സതീശന്റെ നിലപാടിനോട് യോജിക്കുകയാണ്
എന്നതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ സണ്ണി ജോസഫ് UDF കൺവീനറായ അടൂർ പ്രകാശുമായും ടെലിഫോണിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അടൂർ പ്രകാശും സമാനമായ നിലപാടിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ ഇല്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ, അത്തരം ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് തയ്യാറായില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകും എന്ന കാര്യവും ഉറപ്പാണ്. ഏതായാലും രാജിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നലത്തെ ആത്മവിശ്വാസം ഇന്ന് അദ്ദേഹത്തിന് പോലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് വസ്തുത. MLA സ്ഥാനത്തു നിന്നും കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് പടിയിറങ്ങേണ്ടി വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കടുത്ത നിലപാട് കേരളത്തിലെ നേതാക്കൾ ഒന്നടങ്കം എടുത്തിരിക്കുന്നു. VD സതീശനായിരുന്നു ഏറ്റവും കടുത്ത നിലപാട് ആദ്യം സ്വീകരിച്ചത്. തുടർന്ന് അതിനേക്കാൾ കടുത്ത നിലപാടുമായി ഇന്ന് രമേശ് ചെന്നിത്തല എത്തുന്നു. പിന്നാലെ KPCC അധ്യക്ഷനും സമാനമായ നിലപാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായും രാജിയിലെ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടം എന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഗ്ലാമർ ബോയ് ആയിരുന്ന, ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന്റെ നാവായിരുന്ന, എതിരാളികളെ വാക്ചാരുത കൊണ്ട് വീഴ്ത്തിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ തന്നെ കുരുക്കിയ കുരുക്കുകളിലൂടെ സ്വയം വീഴുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ ഭാവി കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റേത് ഇരുളടഞ്ഞതായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ പാർട്ടിക്ക് കൂടി ഉണ്ടാക്കാവുന്ന ആരോപണങ്ങളാണ്. നടപടി ഉണ്ടായില്ലെങ്കിൽ, കടുത്ത നടപടി ഉണ്ടായില്ലെങ്കിൽ, MLA സ്ഥാനത്തുനിന്ന് കൂടി നീക്കുന്ന നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും ആശങ്കയുണ്ട്. അങ്ങനെ വന്ന